നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം പ്രസ്തുത ശ്ലോകം ശ്രദ്ധിക്കുക. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതഃ മുനേഹേ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം നാം ചർച്ച ചെയ്യുന്നു. സർവഭൂതാനാം യാ നിശ തസ്യാം സംയമി ജാഗ്രതി യസ്യാം തു ഭൂതാനി ജാഗ്രതി സാ പശ്യതഃ മുനേഹേ നിശ. ഇനി അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. പരമാർത്ഥ തത്വത്തിൽ ബുദ്ധിയെ വ്യാപരിക്കാത്ത സകല പ്രാണികൾക്കും ആത്മനിഷ്ഠാവസ്ഥ അന്ധകാര സമാനമായ രാത്രിയായി അനുഭവപ്പെടും. എന്നാൽ ആ രാത്രിയിൽ ജിതേന്ദ്രിയനായ യോഗി ഉണർന്നിരിക്കും. യാതൊരു വിഷയനിഷ്ഠയിൽ പ്രാണികൾ ഉണർന്നു പ്രവർത്തിക്കുന്നുവോ ജിതേന്ദ്രിയൻ അതിൽ അനാസക്തനാകയാൽ നിദ്രയിൽ എന്ന പോലെ കഴിയുകയും ചെയ്യുന്നു. നമസ്തേ.